മൈസൂർ ഭരിച്ച ടിപ്പു സുൽത്താൻ അന്ത്യവിശ്രമം കൊള്ളുന്ന കർണാടകയിലെ ശ്രീരംഗപട്ടണം എല്ലാവർക്കും സുപരിചിതമായ സ്ഥലമാണ്. ചിലരെങ്കിലും അവിടെ പോയിട്ടുണ്ടാവും ശ്രീരംഗപട്ടണത്ത്. എന്നാൽ ടിപ്പു സുൽത്താൻ ജനിച്ചു വളർന്ന സ്ഥലം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ നാദിറ നിങ്ങളെ ഒന്ന് കാണിക്കും. കാണും. ടിപ്പു സുൽത്താൻ നിർമ്മിച്ച നിരവധി കോട്ടകൾ നിങ്ങൾ കണ്ടിരിക്കും. പക്ഷേ ബംഗളൂരുവിൽ നിന്ന് 35 കിലോമീറ്റർ മാത്രം അകലെയുള്ള ദേവനഹള്ളി എന്ന സ്ഥലത്തെ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച കോട്ടയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ടിപ്പു സുൽത്താൻ ജനിച്ച സ്ഥലം കൂടിയാണ് ഈ മണ്ണ്. മൈസൂർ രാജാവായിരുന്ന ഹൈദരാലിയുടെയും ഫക്രുന്നീസയുടെയും മകനായി ടിപ്പു സുൽത്താൻ പിറന്നു വീണത് ദാ ഇവിടെയായിരുന്നു. ടിപ്പു സുൽത്താന്റെ ശൈശവവും ബാല്യവും കടന്നുപോയ വഴികൾ. കൗമാരത്തിലേക്ക് കടന്നതോടെ ടിപ്പു ആയുധ പരിശീലനം നേടിയതും യുദ്ധമുറകളുടെ ബാലപാഠങ്ങൾ അഭ്യസിച്ചതുമൊക്കെ ഇവിടെ തന്നെ. ഫതഹ് അലി ഖാൻ ടിപ്പു അങ്ങനെ മൈസൂർ കടുവയായി മാറി. ടിപ്പു സുൽത്താന്റെ ചരിത്രം അറിയാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട സ്ഥലമാണ് ദേവനഹള്ളിക്കോട്ട. മനോഹരമായ ലാൻഡ്സ്കേപ്പാണ് ഇതിന്റെ പ്രത്യേകത. ഈ കോട്ടയിലെ ഏറ്റവും ആകർഷകമായ സ്ഥലം ഇതാണ്. ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഇരിക്കാം, വീഡിയോ ഒക്കെ ചിത്രീകരിക്കാൻ പറ്റും. നല്ല സ്ഥലമാണ് കേട്ടോ, പൊളി സ്ഥലം. ഫോട്ടോഷൂട്ടുകാരുടെ കേന്ദ്രമാണ് കോട്ടയ്ക്കകവും പുറവുമുള്ള 20 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശം. മോഡലിംഗ്, ഫോട്ടോഷൂട്ട്, പരസ്യ ചിത്രീകരണം, വിവാഹപൂർവ്വ വീഡിയോ ഷൂട്ട് എന്നിവയൊക്കെ ഇവിടെ വന്ന് ചെയ്യുന്നവരുണ്ട്. കോട്ടയും ടിപ്പുവിന്റെ ജന്മഗൃഹത്തിന്റെ സ്മാരകശിലയുള്ള കാസ്ബാഗും പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ കീഴിലാണെങ്കിലും സംരക്ഷണമൊക്കെ പേരിനു മാത്രമാണ്. ആർക്കും ഒരു നിയന്ത്രണവും ഇവിടെയില്ല. ബംഗളൂരുവിൽ നിന്ന് വാരാന്ത്യങ്ങളിൽ പോയി കണ്ടുമടങ്ങാവുന്ന ചിലവ് കുറഞ്ഞ യാത്രയ്ക്ക് ഈ സ്ഥലം തിരഞ്ഞെടുക്കാവുന്നതാണ്. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ നദീറ, ഇൻ റിപ്പോർട്ടർ, ബംഗളൂരു.